നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ചിന്തിച്ചു നോക്കൂ. തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും സിനിമാ നടന്മാർക്കും പരസ്യ മോഡലുകൾക്കും വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളെ ഈ സമൂഹത്തിൽ പലതും നമുക്ക് കാണാൻ സാധിക്കും. ഏറെ സങ്കടകരമായ അവസ്ഥകളിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യം പോലും മറന്ന് ജീവിതത്തിന്റെ സർവ്വ ആഡംബരങ്ങളിലും ഒഴുകി ജീവിക്കുന്ന ആയിരക്കണക്കിന് യൗവനങ്ങളും യുവതികളും ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മളെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസമാണ് എന്റെ വിശ്വാസം എന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മിക ബുദ്ധി പോലും ചില യുവാക്കൾക്ക് ഇല്ലാതായതിന്റെ ലക്ഷണമാണ് ഇക്കഴിഞ്ഞ ബിദ്അത്താക്കപ്പെട്ട ആഘോഷങ്ങളിൽ പോലും ഞങ്ങളുടെ നേതാക്കന്മാർ കയറാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് മീഡിയക്ക് മുൻപിൽ പറഞ്ഞ് അതൊരു അഭിമാനമായി കാണുന്ന യൗവന കൂട്ടങ്ങളെ നമ്മൾക്ക് കാണേണ്ടി വന്നത്. റബീഉൽ അവ്വൽ 12-ന് റോഡുകൾ ബ്ലോക്ക് ചെയ്ത് 20,000 വാട്സിന്റെ സംഗീതത്തിന്റെ പടക്കങ്ങൾക്കനുസരിച്ച് കള്ളുകുടിയനെ പോലെ ലഹരി ബാധിച്ചവനെ പോലെ തലയിൽ റിബണും കെട്ടി റോഡ് ബ്ലോക്കാക്കി തുള്ളിക്കൊണ്ടിരിക്കുന്ന യൗവനങ്ങൾക്ക് മുൻപിൽ ജീവിതത്തിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ വാക്കുകൾ കേട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും ജീവിതത്തിൽ നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമായി സമൂഹത്തിന്റെ മീഡിയകൾ ഇന്നത്തെ യുവാക്കൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സഹപാഠിയുടെ മുതുക്കത്ത് പേനക്കത്തി കൊണ്ട് ചിത്രം വരച്ച് ചിറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടി രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നത് മുതൽ കലാലയ ക്യാമ്പസുകളിലേക്ക് കയറി വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റുകളിലേക്ക് മുഖം പിടിച്ചു താഴ്ത്തുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളിലേക്ക് ഇന്നത്തെ യൗവനങ്ങളിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. എല്ലാറ്റിന്റെയും അവസാനം ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ മാരക അസുഖങ്ങളിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് ഒരു ഭ്രാന്തമായ ജീവിതത്തിലേക്ക് ആ യൗവനങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട യുവാക്കളെ, ഇവിടെയാണ് ഇസ്ലാം കൃത്യമായി ഈ സമൂഹത്തിനൊരു ദിശാബോധം കൊടുക്കുന്നത്. വളരുന്ന യൗവനങ്ങളാണോ, കൗമാരങ്ങളാണോ, യുവത്വത്തിന്റെ ആദർശത്തിന്റെ ബന്ധമുള്ളവരാണോ എങ്കിൽ ഈ സമൂഹത്തിന്റെ പുരോഗതി യുവാക്കളുടെ കൈകളിലാണ്. ആർത്തലച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് മുൻപിൽ, ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കപടതയുടെ മുൻപിൽ, രാഷ്ട്രീയക്കാരന്റെ വിടുവായത്തങ്ങൾക്ക് മുൻപിൽ, പെണ്ണിനെ മാത്രം മുൻനിർത്തി വിലവേശിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾക്ക് മുൻപിൽ, അന്ധതയുടെയും അനാചാരത്തിന്റെയും കോട്ടകളിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകുന്നതിന്റെ മുൻപിൽ ആർജവത്തോടെ യൗവന സമൂഹത്തിന് നെഞ്ചും വിരിച്ചു നിൽക്കാൻ സാധിച്ചാൽ ഏത് സമൂഹവും പുരോഗതി കൈവരിച്ചത് യുവാക്കളുടെ കർമ്മശേഷിയിലൂടെയാണ്.